ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ എല്ലാവരും? നമ്മളെ വേദനിപ്പിച്ചവരിൽ നിന്നും നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരിൽ നിന്നും മൗനമായി അങ്ങ് അകലം പാലിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഇത് 4ാമത്തെ വീഡിയോ ആണ്. നിങ്ങൾ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഞാൻ നന്ദി അറിയിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ എൻ്റെ വീഡിയോ നൃത്തം ഇഷ്ടപ്പെടുന്നവർക്കും നൃത്തം അഭ്യസിക്കുന്നവർക്കും അഭ്യസിച്ച് കഴിഞ്ഞവർക്കും അഭ്യസിക്കാനിരിക്കുന്നവർക്കും എല്ലാം ഉപകാരപ്പെടുമെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവുകയാണ്. ഞാനിന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ നൃത്തകലകളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് മോഹിനിയാട്ടം. ഭാരതത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ദേവദാസി സമ്പ്രദായത്തിൻ്റെ പരിണാമമാണ് മോഹിനിയാട്ടം. കേരളത്തിലെ ദേവദാസി നൃത്തമാണ് വളരെയധികം മാറ്റങ്ങൾക്ക് ശേഷം ഇന്നത്തെ രൂപത്തിലുള്ള മോഹിനിയാട്ടമായി മാറിയത്. ശരിക്കും ഞാൻ ഈ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ പോയി നിൽക്കുമ്പം കുട്ടികളിങ്ങനെ മോഹിനിയാട്ടത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഡാൻസ് ചെയ്യുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് കണ്ടു നിൽക്കാറുണ്ട്. മോഹിനിയാട്ടത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന സമയം പോരാ. ഞാൻ മുദ്രകളെക്കുറിച്ച് സംസാരിക്കാം. മോഹിനിയാട്ടത്തിലെ ആദ്യത്തെ മുദ്രയാണ് പതാകം. പതാകം പിടിക്കേണ്ട രീതി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. കൈയുടെ മോതിരവിരൽ ഇതുപോലെ മടക്കി വയ്ക്കുക. തള്ളവിരൽ നിവർന്ന് തന്നെ ഇരിക്കണം. നമ്മുടെ ഭരതനാട്യത്തിൽ പിടിക്കുന്നത് പോലെ അടുപ്പിച്ച് വെക്കണ്ട. ഈ മോതിരവിരൽ പതുക്കെ ഇങ്ങനെ മടക്കുക. ഇതാണ് പതാകം മുദ്ര. 2ാമത്തെ മുദ്ര മുദ്രാഖ്യം. മുദ്രാഖ്യം പിടിക്കേണ്ട രീതി ഇതുപോലെ ചൂണ്ടുവിരലും തള്ളവിരലും കൂടി കൂട്ടി വെച്ച് ബാക്കി 3 വിരലുകൾ നിവർത്തി വയ്ക്കുക. അടുത്ത് കാണിക്കുകയാണ്. തള്ളവിരൽ നിവർത്തി വെച്ച് ചൂണ്ടുവിരലും തള്ളവിരലും കൂടി അടുപ്പിച്ച് വെച്ച് ബാക്കി 3 വിരലുകൾ നിവർത്തി തന്നെ പിടിക്കുക. മനസ്സിലാകാത്തവർക്കൊന്നുകൂടി കാണിക്കുകയാണ്. ഇങ്ങനെ പിടിക്കുക കേട്ടോ. ഇതാണ് മുദ്രാഖ്യം. 3ാമത്തെ മുദ്ര കടകം. കടകം പിടിക്കേണ്ട രീതി ഇങ്ങനെ ചൂണ്ടുവിരലും തള്ളവിരലും ഒന്നിച്ച് വെച്ച് നടുവിലത്തെ വിരൽ കുറച്ച് താത്തി പിടിക്കുക. ഇതേപോലെ ചൂണ്ടുവിരലും തള്ളവിരലും വട്ടത്തിൽ ഇങ്ങനെ പിടിക്കുക. നടുവിരൽ താഴോട്ടാക്കി മോതിരവിരലും ചെറുവിരലും നേരെ പിടിക്കുക. ഓക്കെ. 4ാമത്തെ മുദ്രയാണ് മുഷ്ടി. മുഷ്ടി പിടിക്കേണ്ട രീതി ഇങ്ങനെ ചുരുട്ടി പിടിക്കുക. 4 വിരൽ തള്ളവിരൽ അതിൻ്റെ പുറത്തായിട്ട് പിടിക്കുക. 4 വിരലുകളും ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് തള്ളവിരൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇടിക്കാൻ പോകത്തില്ല. ഇനി 5ാമത്തെ മുദ്ര കർത്തരീമുഖം. കർത്തരീമുഖം പിടിക്കേണ്ടത് നമ്മളിങ്ങനെ കൈവച്ചു 3 വിരലുകൾ മുന്നോട്ട് വെച്ചിട്ട് തള്ളവിരൽ ചൂണ്ടുവിരലിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ചെറുവിരൽ നേരെ മുകളിലേക്ക് ഞാൻ അടുത്ത് ഒന്നുകൂടി കാണിച്ചു തരാം. ഇതുപോലെ 3 വിരലുകൾ മുന്നോട്ട് മടക്കുക. എന്നിട്ട് തള്ളവിരൽ ഇതുപോലെ പിടിക്കുക. ചെറുവിരൽ നേരെ മുകളിലേക്ക് തന്നെ പിടിക്കുക. ഓക്കെ. ഇനി അടുത്തത് 6ാമത്തെ മുദ്രയാണ് ശുഖതുണ്ഡം. ശുഖതുണ്ഡം പിടിക്കേണ്ടത് ഇതുപോലെ ചൂണ്ടുവിരൽ വളച്ചിങ്ങനെ പിടിക്കുക. കണ്ടോ? ഇതുപോലെ ചൂണ്ടുവിരൽ ഇങ്ങനെ വളച്ച് പിടിക്കുക. ബാക്കിയുള്ള വിരലുകൾ ഇതുപോലെ പിടിക്കുക. ഓക്കെ. 7ാമത്തെ മുദ്ര കപിത്തം. കപിത്തം പിടിക്കേണ്ടത് ഇതുപോലെ 2 വിരലുകൾ നടുക്കത്തെ വിരലും ചൂണ്ടുവിരലും നിവർത്തി വയ്ക്കുക. ബാക്കിയുള്ള വിരലുകൾ ഇങ്ങനെ കൂട്ടി വയ്ക്കുക. കണ്ടോ? ഇതുപോലെ പിടിക്കുന്നതാണ് കപിത്തം. 8ാമത്തെ മുദ്ര ഹംസപക്ഷം. ഹംസപക്ഷം ഇതുപോലെ വിരലുകൾ അകത്തി പിടിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ പിടിക്കുക കേട്ടോ. വിരലുകൾ അകത്തി പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് ഹംസപക്ഷം. 9ാമത്തെ മുദ്ര ശിഖരം. ശിഖരം പിടിക്കേണ്ടത് ഇതുപോലെ നടുവിലത്തെ വിരൽ മുന്നോട്ട് പിടിക്കുക. ഇതുപോലെ. ഓക്കെ. 10ാമത്തെ മുദ്രയാണ് ഹംസാസ്യം. നമ്മുടെ ഭരതനാട്യത്തിന് കടകാമുഖം പിടിക്കുന്ന പോലെ ആണിത് പിടിക്കുക. അപ്പോൾ നോക്കുക. ഹംസാസ്യം ഇങ്ങനെ 3 വിരൽ അടുപ്പിച്ച് 2 വിരൽ പൊക്കി വെക്കുക. ഓക്കെ. 11ാമത്തെ മുദ്രയാണ് അഞ്ജലി. അഞ്ജലി ഇങ്ങനെ കൈ കുഴിച്ച് പിടിക്കണം. നോക്കുക.
കൈത ഇതുപോലെ കുഴിച്ച് പിടിക്കുക. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണും കേട്ടോ. ഓക്കെ. 12ാമത്തെ മുദ്രയാണ് അർദ്ധചന്ദ്രൻ. അർദ്ധചന്ദ്രൻ പിടിക്കേണ്ട രീതി നോക്കൂ. ഇതുപോലെ തള്ളവിരലിങ്ങനെ വെച്ചിട്ട് ചന്ദ്രൻ്റെ ആകൃതിയിൽ, അർദ്ധചന്ദ്രൻ്റെ ആകൃതിയിൽ ഇങ്ങനെ പിടിക്കണം. 13ാമത്തെ മുദ്ര മുകുരം. മുകുരം പിടിക്കേണ്ടത് ഇതുപോലെ 2 വിരലുകൾ ഇങ്ങനെ വെച്ച് തള്ളവിരൽ താഴെ വരത്തക്ക രീതിയിൽ ഇങ്ങനെ പിടിക്കുക. ഓക്കെ. 14ാമത്തെ മുദ്രയാണ് ഭ്രമരം. ഭ്രമരം പിടിക്കേണ്ട രീതി ഇതുപോലെ നമ്മുടെ ചൂണ്ടുവിരൽ മടക്കി പിടിക്കുക. ബാക്കിയുള്ള വിരലുകളൊക്കെ നിവർത്തി തന്നെ വയ്ക്കുക. ചൂണ്ടുവിരൽ മാത്രം മുന്നോട്ട് മടക്കുക. 15ാമത്തെ മുദ്ര ഇതാണ് സൂചികാമുഖം. സൂചികാമുഖം പിടിക്കേണ്ടത് ഇതുപോലെ ചൂണ്ടുവിരൽ മുകളിലേക്ക് നിൽക്കത്തക്ക രീതിയിൽ ഇങ്ങനെ പിടിക്കുക. ഇതാണ് സൂചികാമുഖം. 16ാമത്തെ മുദ്രയാണ് പല്ലവം. പല്ലവം പിടിക്കേണ്ട രീതി ഇതുപോലാണ്. തള്ളവിരൽ ഇങ്ങനെ കൈപ്പത്തിയിൽ മടക്കി വയ്ക്കണം. ഇതുപോലെ കണ്ട, ഇങ്ങനെ വയ്ക്കുന്നതാണ് പല്ലവം. 17ാമത്തെ മുദ്രയാണ് ത്രിപതാകം. ത്രിപതാകം പിടിക്കേണ്ടത് നമ്മൾ ഭരതനാട്യത്തിൽ പതാകമുദ്ര പിടിക്കുന്ന പോലെയാണ് ഇതിൽ നമ്മൾ ത്രിപതാകം പിടിക്കേണ്ടത്. ഒന്നുകൂടി കാണിച്ചു തരാം, നോക്കിക്കോളൂ. ഇങ്ങനെ, ഇതാണ് ത്രിപതാകം. 18ാമത്തെ മുദ്രയാണ് മൃഗശീർഷം. മൃഗശീർഷം പിടിക്കേണ്ടത് നമ്മൾ ഭരതനാട്യത്തിൽ സിംഹമുഖം പിടിക്കുന്ന പോലെ ഇതുപോലെ 3 വിരലുകൾ കൂട്ടിവെച്ച് ചൂണ്ടുവിരലും ചെറുവിരലും നേരെ പിടിക്കുക. 19ാമത്തെ മുദ്രയാണ് സർപ്പശിരസ്. സർപ്പശിരസ് ഇത് നമ്മൾ പാമ്പിൻ്റെയൊക്കെ തല പിടിക്കുന്ന പോലെ ഇതുപോലെ കണ്ട, പാമ്പഴയുന്ന പോലെ. 20ാമത്തെ മുദ്രയാണ് വർദ്ധമാനകം. വർദ്ധമാനകം പിടിക്കുന്നത് ഇതുപോലെയാണ്. നോക്കിക്കോണം. തള്ളവിരലിങ്ങനെ പിടിച്ചിട്ട് ബാക്കിയുള്ള വിരലുകൾ ഇങ്ങനെ ചുരുട്ടി ഓരോന്നിൻ്റെ മേളിലായിട്ട് വയ്ക്കുക. ഇതാണ് വർദ്ധമാനകം. 21ാമത്തെ മുദ്രയാണ് അരാളം. അരാളം പിടിക്കേണ്ട രീതി ഇതുപോലാണ്. ചൂണ്ടുവിരലിൻ്റെ താഴെയായിട്ട് തള്ളവിരലിങ്ങനെ പിടിക്കുക. 22ാമത്തെ മുദ്രയാണ് ഊർണനാഭം. ഊർണനാഭം പിടിക്കേണ്ട രീതി ഇതുപോലെ കൈതയും വിരലുകളൊക്കെ ഇങ്ങനെ വയ്ക്കുക. ഇതാണ് ഊർണനാഭം. 23ാമത്തെ മുദ്രയാണ് മുകുളം. മുകുളം പിടിക്കേണ്ട രീതി ഇതുപോലെ വിരലുകളൊക്കെ കൂമ്പ് പിടിക്കുക. ഒരു മുട്ട് പോലെ പിടിക്കുക. ഇതേപോലെ ശ്രദ്ധിച്ച് നോക്കുക. ഇതേപോലെ മുകുളം. അങ്ങനെ ഫൈനലി നമ്മുടെ 24ാമത്തെ മുദ്ര കടകാമുഖം. ഇതേപോലെ വിരലുകൾക്കിടയിൽ നമ്മുടെ തള്ളവിരൽ ഇതുപോലെ പിടിക്കണം. ഇതാണ് കടകാമുഖം. മൊത്തത്തിൽ 24 മുദ്രകളാണ് മോഹിനിയാട്ടത്തിലുള്ളത്. ഇതിൽ ഒരു കൈകൊണ്ട് കാണിക്കുന്ന മുദ്രകൾ അഥവാ അസംയുക്ത ഹസ്തങ്ങൾ, അസംയുക്ത മുദ്രകൾ നമ്മൾ 2 കൈയിലും ഒരേ മുദ്ര തന്നെ പിടിച്ചാൽ അത് മോഹിനിയാട്ടത്തിൽ സംയുക്ത ഹസ്തങ്ങൾ, അതായത് 2 കൈ കൊണ്ടും കാണിക്കുന്ന മുദ്രകളായി മാറും. പക്ഷേ ഭരതനാട്യത്തിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഈ മോഹിനിയാട്ടത്തിൽ മുദ്രകൾ ഒരു മുദ്ര തന്നെ അടുത്ത കൈയിലും പിടിക്കുമ്പോൾ അത് സംയുക്ത മുദ്രകളായി മാറുന്നു. പക്ഷേങ്കിൽ ഭരതനാട്യത്തിൽ കുറച്ച് മുദ്രകളൊക്കെ വ്യത്യാസമുണ്ട്. അഞ്ജലി, കപോതം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പതാക, ത്രിപതാകയൊക്കെ അസംയുക്ത ഹസ്തങ്ങളാണ്. അപ്പോൾ ഗൈസ്, എൻ്റെ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. മോഹിനിയാട്ടത്തിൻ്റെ മുദ്രകളെക്കുറിച്ചുള്ള വിവരണം എല്ലാവർക്കും പ്രയോജനകരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഞെക്കി കുത്തിപ്പിടിക്കുക. താങ്ക് യു വെരി മച്ച്.